നമസ്കാരം. ഞങ്ങൾ ഇന്ന് ചെറായി ബീച്ചിലേക്ക് പോയിരുന്നു. ചെറായി ബീച്ച് എന്ന് കേൾക്കാന്നത് ആ ബീച്ചും കടലോരും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് മാത്രമല്ല, തൊട്ടപ്പുറം തന്നെ പലതും കാണാനുണ്ട്. നമുക്ക് കണ്ടാലോ? ഓക്കെ. എൻ്റെ ചെറായി സഹോദരയ്യപ്പൻ്റെ ഭവനം ഉണ്ടത്. ഇത് ചെറായി ബീച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് സഹോദരയ്യപ്പൻ്റെ ഭവനം. ഈ ഭവനത്തിലേക്ക് നമുക്ക് കടന്നാലോ? ഇത് സഹോദരയ്യപ്പൻ്റെ ഭവനമാണ്. ഈ ഭവനത്തിൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ തന്നെ കുമാരനാശാൻ, മഹാകവി കുമാരനാശാനൊക്കെ താമസിച്ച വീടാണ്. പട്ടിക്കും പൂച്ചക്കും കോഴിക്കും യഥേഷ്ടം നടക്കാം, എന്നാൽ ഏത് വഴിയിലൂടെ നടക്കാം. എന്നാൽ മനുഷ്യനായതുകൊണ്ട് പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തെ ഇന്ന് കാണുന്ന ഈ രീതിയിലാക്കിയത് സഹോദരൻ അയ്യപ്പനും സഹോദര പ്രസ്ഥാനവും വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹോദരൻ അയ്യപ്പനെ നവോത്ഥാനത്തിൻ്റെ നായകസ്ഥാനം നൽകി പോന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം കൊല്ലവർഷം 192 ഇടവം 16 സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം നടന്നത്. കേരാശ്ശേരി അയ്യർ, മകൻ കണ്ണൻ എന്നീ സമുദായ അംഗങ്ങളെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു. ആ നടപടി വളരെയേറെ ബുദ്ധിമുട്ടുകളും വളരെയേറെ ഭീഷണികളും നേരിടേണ്ടി വന്നു സഹോദരൻ അയ്യപ്പനെ. ഈ സഹോദരൻ അയ്യപ്പൻ്റെ ഭവനത്തിലേക്ക് നമുക്കൊന്ന് നടന്ന് നീങ്ങിയാലോ? നടന്നു കഴിയുക, വാ കയറാലോ. വേറൊരു മുറി കണ്ടോ? സഹോദരൻ അയ്യപ്പൻ്റെ വേറൊരു മുറിയുണ്ട്. മുറി കണ്ടാ? ഈ മുറിയിൽ ആരൊക്കെ താമസിച്ചിട്ടുണ്ടെന്നറിയാമോ? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പിന്നെ മഹാകവി കുമാരനാശാൻ. നടുമുറ്റം ഉണ്ട് കണ്ടോ? സഹോദരൻ അയ്യപ്പനെ ജനിച്ച മുറിയാണ്. സഹോദരൻ അയ്യപ്പന്റെ ഭവനത്തിലുള്ള ഒരു പൊതിക്കല്ലാണിത്. ഇതിൽ കേരള പിറവി 1956 മുമ്പ് ഉള്ള വ്യവസ്ഥയുണ്ട്. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി അടയാളപ്പെടുത്തിയ ഒരു ഭരണകാലത്ത് സ്ഥാപിച്ച ഫലകമുണ്ട്. കല്ലിന്റെ വലതുവശം കൊച്ചിയും ഇടതുവശം തിരുവിതാംകൂറും ഉണ്ടാകും. ഇതൊക്കെ വന്ന് കാണേണ്ടതാണ്. ഇതൊക്കെ അയ്യപ്പന്റെ ഭവനമാണ്. ഇത് കണ്ടാ?